മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ വായിച്ചാട്ട്. മത്തായി എഴുതിയ സുവിശേഷം 16-18-19. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. അപ്പോസ്തലനായി തിരഞ്ഞെടുക്കപ്പെട്ട പത്രോസിനെ നോക്കി, ശിമോനെ നോക്കി യേശു കർത്താവ് പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ നിന്ന് 12 പേരെ കർത്താവ് വേർതിരിച്ചു. ആമേൻ. ആ വേർതിരിച്ച ശിഷ്യന്മാരുമായി യേശു കർത്താവ് സമയം ചിലവഴിക്കുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ സമയങ്ങളിൽ, ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ അനവധി അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, അനവധി വീര്യപ്രവൃത്തികൾ ഞാൻ ചെയ്തു. ഈ പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഈ അനുഭവിച്ച, അല്ലെങ്കിൽ എന്നിൽ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അനുഭവിച്ച ഈ ജനം എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് പറയുകയാണ്, യേശുവേ, അവർ നിന്നെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ചിലർ പറയുന്നു നീ യോഹന്നാൻ സ്നാപകനെന്ന്, മറ്റു ചിലർ പറയുകയാണ് നീ ഏലിയാവെന്ന്, വേറെ ചിലർ പറയുകയാണ് യിരെമ്യാവോ ഏതോ ഒരു പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തനോ ആണ് നീ എന്ന് പറയുകയാണ്. അതെ, പലരും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ അവരുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും യേശുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ഒരു കാഴ്ചപ്പാട് ഇവർക്കൊന്നും കിട്ടിയില്ലായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ യേശു ആരാണെന്നുള്ള ഒരു ചോദ്യം യേശു മുൻപോട്ട് വെച്ചപ്പോൾ ആ ചോദ്യത്തിൻ്റെ മുൻപാകെ ജനം പറയുന്നത് അവനൊരു പ്രവാചകനാണ്. ആമേൻ. യേശു ഒരു പ്രവാചകനാണ്. യേശു ഒരു സാധാരണ മനുഷ്യനാണ്. യേശു ആമേൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഏതോ ഒരു പ്രവാചകനാണ്. ആമേൻ. യേശു യോഹന്നാൻ എന്ന സ്നാപകനാണ്. യേശു എന്നത് ആമേൻ പുരാതന പ്രവാചകന്മാരിൽ ആരോ ഒരാളാണെന്ന് ജനം ഒന്നടങ്കം പറയുമ്പോൾ യേശു തിരിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ, ഞാൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരാക്കിയ നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവിനോട് അതുവരെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ശിഷ്യന്മാരൊന്നടങ്കം സൈലൻ്റായി. ആമേൻ പറ, ഹല്ലേലൂയ. ഒന്നടങ്കം സൈലൻ്റായി. പെട്ടെന്നാണ് അതിനകത്ത് നിന്ന് ഒരൊറ്റ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തു. ആമേൻ. നീ ഒരു മനുഷ്യനല്ല, നീ ഒരു പ്രവാചകനല്ല, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഏതോ ഒരു വ്യക്തിയല്ല, ഏതോ ഒരു അഭിഷക്തനല്ല, ദൈവം അയച്ചു വന്ന ഏതോ ഒരു പ്രവാചകനോ യോഹന്നാൻ സ്നാപകനൊന്നും അല്ല. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ആമേൻ, ആമേൻ. യേശുവിനെ കുറിച്ച് ആമേൻ ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ ജനം പറഞ്ഞത് പറയാൻ ശിഷ്യന്മാർ ഒന്നടങ്കം ശ്രമിച്ചപ്പോൾ ആമേൻ യേശുവിനെ കുറിച്ച് വ്യക്തിപരമായി ശിഷ്യന്മാരെ നിങ്ങൾക്ക് എന്ത് ലഭിച്ചെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം സൈലന്റ് ആയിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരുവൻ മാത്രം എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. മറ്റാരും പറയുന്നത് പറയാനല്ല ദൈവം നിന്നെ വിളിച്ചേക്കുന്നത്. അവരും ഇവരും പറയുന്നതല്ല നീ പറയേണ്ടത്. നീ ചില പുതിയത്
ഇന്ന് പകലിൽ ദൈവം നിനക്ക് വേണ്ടി ചില പുതിയത് ഒരുക്കുമ്പോൾ ആ പുതിയത് പറയുവാൻ ഇന്ന് നീ തയ്യാറാവുക. കൂടെ നിൽക്കുന്നവർ പറയുന്നതല്ല നീ പറയേണ്ടത്. ആമേൻ ആമേൻ. പല എക്സ്പീരിയൻസുകളുള്ള ജനം പറയുന്നത് പറയാനല്ല നീ നിൽക്കേണ്ടത്. പകരം നിനക്ക് യേശുവിനെ കുറിച്ച് വ്യക്തിപരമായി ഒരു പുതിയതൊന്ന് പറയുവാൻ. Come on. ഇന്ന് പകലിൽ നിന്റെ നാവിനകത്ത് നിന്റെ ആത്മതലങ്ങളിലേക്ക് ചില പുതിയത് റിലീസ് ആവുകയാണ്. ഓ ഉടവലഘടക ശംദല ലബർധന വൈഡബ രഗർത്ഥന. ഹല്ലേലൂയ ഹല്ലേലൂയ. റൂബ ഖബാരസ് ബിരിയാം പ്രബദലഘടകധന. ഈ പത്രോസിനെ പോലും യേശു മശിഹായാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത അന്ത്രയാസ് അതിനകത്തുണ്ട്. ഫിലിപ്പോസ് നദനയേലിനെ മശിഹായെ ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന ഫിലിപ്പോസ് അതിനകത്തുണ്ട്. അവരെല്ലാം സൈലന്റാ. കഴിഞ്ഞ സീസണിൽ പലതും പലർക്കും ഓപ്പണായി, പക്ഷെ പലരും സൈലന്റ് ആയിരിക്കുക. പക്ഷെ ഈ സീസണിൽ പരിശുദ്ധാത്മാവ് ആമേൻ പലരും സൈലന്റ് ആയിരിക്കുന്നിടത്ത് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പലരും സൈലന്റ് ആയിരിക്കുന്നിടത്ത്, പലരും മൗനമായിരിക്കുന്നിടത്ത്, പലർക്കും പലതും തുറന്നു കിട്ടിയിട്ടും അവരെല്ലാം സൈലന്റ് ആയിരിക്കുന്നിടത്ത് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ. കമാൻ കമാൻ. ഓ ഇത് നിന്റെ സീസണാണ്, ഇത് നിന്റെ ടൈമാണ്. ഓഹോ ഹോ. ഇത് നിന്റെ ടൈമാണ്. ആരും പറയാത്തത് പറയുവാൻ നിന്നെ കർത്താവ് സെലക്ട് ചെയ്യുകയാണ്. ഓ ജീസസ്. ഓ യേശുവിനെ ആദ്യമായി കണ്ടെത്തിയ ഒരു മനുഷ്യൻ അന്ത്രയാസ്. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ചോദ്യമായിരുന്നു, കർത്താവിനോടുള്ള ചോദ്യം, എന്തുകൊണ്ട് ഏറ്റവും ആദ്യം യേശുവുമായി കണ്ടുമുട്ടിയ അന്ത്രയാസ്, ആമേൻ, യാക്കോബ്, യോഹന്നാൻ, പത്രോസ് എന്ന് പറയുന്ന മൂവരുടെ കൂട്ടത്തിൽ താൻ എൻ്റർ ആയില്ല? ആമേൻ. യാക്കോബ്, യോഹന്നാൻ, പത്രോസ് എന്ന് പറയുന്ന മൂവരുടെ കൂട്ടത്തിൽ, ആ 12 പേരിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിനകത്തേക്ക് ഏറ്റവും ആദ്യം യേശുവിനെ കണ്ടെത്തിയ, യേശു മശിഹായാണെന്നറിഞ്ഞ അന്ത്രയാസ് കയറിയില്ല. ആമേൻ. കാരണം അന്ത്രയാസ് ആ മേഖലയിൽ കയറാത്തതിൻ്റെ ഒറ്റ കാരണം തനിക്കൊരിക്കൽ തുറന്നു കിട്ടിയതിനെ, അവൻ തൻ്റെ ലൈഫിനകത്തേക്ക് പരിശുദ്ധാത്മാവ് തുറന്നു കൊടുത്ത ഒന്നിനെ താൻ എവിടെയോ മറച്ചു വെച്ചു. കമോൺ, മറച്ചു വെച്ചു. ഹല്ലേലൂയ. മറച്ചു വെച്ചവൻ ആമേൻ 3 പേരുള്ള യേശുവിൻ്റെ കോർ ഗ്രൂപ്പിൽ കയറാതെ വണ്ണം പുറത്തുപോയി. കമോൺ, ഹല്ലേലൂയ. ഇന്നത്തെ പകലിൽ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിക്കുകയാണ്. ആമേൻ. മുൻപന്മാർ പിമ്പന്മാരാകുന്ന സീസണാണിത്. ഓ, ഇത് മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരാകുകയും ഈ സീസണിൽ നീ പോലും അറിയാതെ നിന്നെ ചില പ്രത്യേകമായ ഗ്രൂപ്പിനകത്തേക്ക്, ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിനകത്തേക്ക്, ഒരു സ്പെഷ്യൽ നിയോഗത്തിനകത്തേക്ക്, ഒരു സ്പെഷ്യൽ പദ്ധതിയിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ ജയിപ്പിക്കുകയാണ്. ഓ
പലരും നോക്കിയിട്ടും, പലരും പ്രവേശിക്കാൻ നോക്കിയിട്ടും, പലരും ആദ്യമേ കണ്ടെത്തിയിട്ടും, പല എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടും അവരൊന്നും എൻ്റർ ചെയ്യാത്ത ഒരു കോർ ഗ്രൂപ്പിനകത്തേക്ക്, ഒരു പ്രത്യേക നിയോഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ പ്രവേശിപ്പിക്കുകയാണ്. ഓ ശമമമമമയാധോ റേമലദിയാന്തരേ. ഓ, നിന്നെ നോക്കി പലരും പറയും, നീ എടുത്തുചാട്ടക്കാരനാ, നീ കോപമുള്ളവനാ, നീ ദേഷ്യമുള്ളവനാ, നീ പ്രശ്നക്കാരനാ, നിനക്ക് അവിശ്വാസമുണ്ട്, നിനക്ക് കുഴപ്പങ്ങളുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ചില പത്രോസുമാരെ ഈ സീസണിൽ പരിശുദ്ധാത്മാവ് ഒരു കോർ ഗ്രൂപ്പിനകത്തേക്ക്, ഒരു പ്രത്യേക നിയോഗത്തിലേക്ക്, ഒരു പ്രത്യേക പദ്ധതികളിലേക്ക് അവരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഓ കുഴപ്പക്കാരനെന്ന് പറഞ്ഞ് നിന്നെ മുദ്ര കൊത്തിയെടുത്ത് ദൈവാത്മാവ് പ്രവചിക്കുകയാണ്. നിന്റെ ടൈം മാറാൻ പോകുക, നിന്റെ സീസൺ മാറാൻ പോകുക. നിന്റെ മേൽ കിടക്കുന്ന മാനുഷിക കുറ്റം ചുമത്തലുകൾ മാറിയിട്ട് അതിൽ നിന്ന് ദൈവിക നിയോഗത്തിലേക്ക്, ദൈവിക പദ്ധതികളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ എൻ്റർ ചെയ്യിപ്പിക്കുകയാണ്. ഓ ശാരാരേ യാധോ ശബരബലഗടഗദലഗടഗദലഗസിയാധര. ഓ റാംശബബബബബ. എല്ലാവരും സൈലന്റ് ആയിരിക്കുന്നിടത്ത് പത്രോസ് ആ ടൈമിൽ തൻ്റെ ആത്മതലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ വെളിപ്പാടിനെ ക്യാപ്ചർ ചെയ്തു, പിടിച്ചെടുത്തു. കർത്താവ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ആ ടൈമിൽ തന്നെ ആത്മതലം തുറന്നു. കർത്താവ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആത്മതലങ്ങൾ തുറന്നു. പത്രോസിന്റെ മുകളിലും ശിഷ്യന്മാരുടെ മുകളിലും ഒരുപോലെ സ്വർഗം തുറക്കപ്പെട്ടു. ആമേൻ. ആ തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് ഒരു വെളിപ്പാട് പുറത്തു വരികയാണ്. ആമേൻ. ഒരു വെളിപ്പാട്. ആ വെളിപ്പാട് വരുന്നത് യേശു പറയുകയാണ്, ഇത് നിനക്ക് ചുമ്മാ ലഭിച്ചതൊന്നുമല്ല, ഇത് എൻ്റെ പിതാവ്. ആമേൻ. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്, സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ പിതാവ്. കണ്ടോ, ആത്മതലങ്ങളിലിരിക്കുന്ന പിതാവായ ദൈവം തുറക്കപ്പെട്ട സ്വർഗത്തിൽ കൂടെ ഒരു റെവലേഷനെ കൈമാറുകയാണ്. ആമേൻ. ഈ സീസണിൽ ദൈവാത്മാവ് പ്രവചിക്കുകയാണ്, സ്വർഗം നിന്റെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. സ്വർഗം നിന്റെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. ഇതുവരെ ആർക്കും ലഭിക്കാത്ത ചില ന്യൂ റെവലേഷനുകൾ, പുതിയ വെളിപ്പാടുകൾ, പുതിയ ആത്മതലങ്ങൾ ഈ സീസണിൽ സ്വർഗസ്ഥനായ നിന്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തുവാൻ സമയമായിരിക്കുകയാണ്. Hallelujah. അത് തുറക്കുകയാണ്, അത് തുറന്നു വരികയാണ്. മറ്റാരും പറയാത്തത്, മറ്റാരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരാത്മതലങ്ങള്, റെവലേഷന്റെ ആത്മതലങ്ങൾ തുറന്നു വരികയാണ്.
ആമേൻ. റവലേഷന്റെ ആത്മതലങ്ങൾ തുറന്നു വരികയാണ്. ആരും പറയാത്തത് വെരി സീക്രട്ട് പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. വെരി സീക്രട്ട്. ഓ മുത്തുകൾ തുറക്കപ്പെടുകയാണ്. വൈഡൂര്യങ്ങൾ, രത്നങ്ങൾ തുറക്കപ്പെടുകയാണ്. ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ, സീക്രട്ടുകൾ പറയുവാൻ റെഡിയാവുക. ഓ ശ്യാമവാദിരേ റീമായാധേ. സീക്രട്ടുകൾ തുറക്കപ്പെടുന്നു. ഓഹോ, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ സീക്രട്ടുകൾ തുറക്കപ്പെടുക. ആ സീക്രട്ട് നിന്റെ മുകളിൽ തുറക്കപ്പെട്ടാൽ, അതിനെ നീ പിടിച്ചടക്കാൻ തയ്യാറായാൽ, അതിനെ നീ പിടിച്ചെടുക്കാൻ തയ്യാറായാൽ, അതിനെ നീ പറയാൻ തയ്യാറായാൽ, അടുത്തത് നീ കാണാൻ പോകുന്നത് പിമ്പന്മാർ മുമ്പന്മാരാകും. മുമ്പന്മാർ പിമ്പന്മാരായി മാറുമ്പോൾ നീ വേഗത്തിൽ ചിലതിലേക്ക് ഓടി കയറാൻ പോകുന്നു. പിമ്പന്മാർ മുമ്പന്മാരാകും. ഒരു കുതിപ്പ് നിന്റെ ലൈഫിൽ ഉണ്ടാകാൻ പോവുക. ഒരു വേഗത്തിലുള്ള കുതിപ്പ്. വേഗത്തിലുള്ള കുതിപ്പുകൾ ഉണ്ടാകുന്നു. അത് നിന്റെ ലൈഫിനെ പോലും ചേഞ്ച് ചെയ്യും. അത് നിന്റെ മിനിസ്ട്രിയിൽ മാത്രമല്ല, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ പോലും അസാധാരണമായി തിരിക്കും. ഓ ശബരഘടകജന ധനഘടകധന ഗതുരഘടകജനം. ഹല്ലേലൂയ. ജീവിതങ്ങളിൽ കുതിപ്പുകൾ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. അവിടെ പത്രോസ് യേശുവിനോട് പറയുകയാ, യേശുവേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇത് പറയുമ്പോൾ യേശു പറയുകയാണ്, പത്രോസേ, ഇത് ജഡരക്തങ്ങളല്ല. ഇത് ജഡരക്തങ്ങളല്ല. അന്ത്രയാസിന് എങ്ങനെയാ തുറക്കപ്പെട്ടത്? ഫിലിപ്പോസിന് എങ്ങനെയാ തുറക്കപ്പെട്ടത്? അന്ത്രയോസിനോട് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഇവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരു മനുഷ്യൻ വെളിപ്പെടുത്തുകയാണ്. ഫിലിപ്പോസിനും ഇതുപോലെ ഒരു മനുഷ്യൻ വെളിപ്പെടുത്തുകയാണ്. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യൻ വെളിപ്പെടുത്തിയ റവലേഷൻ ഉണ്ട്. മനുഷ്യൻ വെളിപ്പെടുത്തുന്ന റവലേഷൻ ഉണ്ട്. മനുഷ്യൻ വെളിപ്പെടുത്തുന്ന ആഴത്തിലുള്ള മുത്തുകളുണ്ട്. മനുഷ്യൻ വെളിപ്പെടുത്തുന്ന ആഴത്തിലുള്ള മർമ്മങ്ങളുണ്ട്. പക്ഷെ യേശു പത്രോസിനോട് പറയുക, പത്രോസേ, ഇത് മനുഷ്യൻ വെളിപ്പെടുത്തിയതല്ല. കം ഓൺ. ഇത് ജഡരക്തങ്ങൾ നിനക്ക് വെളിപ്പെടുത്തിയതല്ല. ഇതൊരു ഡയറക്റ്റ് എൻകൗണ്ടർ ആണ്. ഈ സീസണിൽ പരിശുദ്ധാത്മാവിനാൽ
നിനക്ക് ചില ഡയറക്റ്റ് എൻകൗണ്ടറുകൾ നീ മനുഷ്യനിൽ കൂടെയല്ല, ആത്മാവ് പ്രവചിക്കുന്നു. റെവലേഷന്റെ എൻകൗണ്ടറുകൾ ഈ സീസണിൽ നീയുമായി കൂട്ടിമുട്ടാൻ. റെവലേഷന്റെ എൻകൗണ്ടറുകളുമായി തീ കൂട്ടിമുട്ടാൻ. ദൈവത്തിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ, സീക്രട്ടുകൾ, അതുമായി നീ കൂട്ടിമുട്ടാൻ സമയമായിരിക്കുന്നു. ഓ ശബരബലക ധുരഘടകബര വൈഡബരഘടക ധുരിഘടകബര. ഇനി നീ മനുഷ്യനിൽ നിന്ന് കേൾക്കുന്നതല്ല നീ പറയുന്നത്, നീ ഡയറക്റ്റ് ചിലത് പറയുന്നത്. ഡയറക്റ്റ് ചിലത് പ്രാപിക്കാൻ. ഈ സീസണിൽ നീ ചിലത് ഡയറക്റ്റ് പ്രാപിക്കാൻ. ഡയറക്റ്റ് ഇതൊരു മേജർ ടൈമാണ്. പത്രോസുമാരെ, നിങ്ങൾ കേട്ടോ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള മേജർ ടൈമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്രയാസ് പറഞ്ഞത് കേട്ടത് പറയാനല്ല നിന്റെ വിളി. കമാൺ. യോഹന്നാൻ പറയുന്നത് കേട്ട് അത് പറയാനല്ല നിന്റെ വിളി. പകരം ആത്മതലങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തുന്നത് പറയുവാൻ. ആത്മാവ് സഭയോട് പ്രവചിക്കുന്നു, അഭിഷക്തന്മാരോട് പ്രവചിക്കുന്നു, ദൈവമക്കളോട് പ്രവചിക്കുകയാണ്. ഈ സീസണിൽ ഡയറക്റ്റ് ചിലത് പ്രാപിച്ച് അതിനെ ഈ സീസണിൽ പ്രഖ്യാപിക്കുവാൻ, അതിനെ ഈ സീസണിൽ പ്രവചിക്കുവാൻ ആത്മാവ് നിന്റെ മേൽ ഒരു റെവലേഷൻ എൻകൗണ്ടറിനെ തുറക്കുന്നു. ഓ ശാരരരരരേ, ഹല്ലേലൂയ. റിബബബബബബബബബബ റബശകനിയാന്തര റബകബാരിയാന്തൽ കവന. ഇത് റെവലേഷനുമായി കൂട്ടിമുട്ടുന്ന സമയമാണ്. നിങ്ങൾ ദൂതന്മാരുടെ എൻകൗണ്ടറുകൾ കണ്ടിട്ടുണ്ട്. ആമേൻ, ആമേൻ. സ്വർഗത്തിലെ പല എൻകൗണ്ടറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിന്നെ ഈ ഭൂമിയിൽ നിന്റെ ലൈഫിനെ തിരിച്ചു കളയുന്ന റെവലേഷന്റെ എൻകൗണ്ടറുകൾ, റെവലേഷന്റെ എൻകൗണ്ടറുകൾ. എന്താ റെവലേഷൻ എൻകൗണ്ടർ? വചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ദൈവമായിരിക്കുന്ന വചനവുമായി ഒരു എൻകൗണ്ടർ. ഓ രബ ശദല ഘടക ശാന്തല അതര ഘടക സിയാം പ്രബല അടകമാന ഖസിബിരിയാം പ്രവദന. ആത്മാവ് പ്രവചിക്കുന്നു. ജീസസ് അൺലിമിറ്റഡ് ആയിട്ട് യേശുവിനെ അളവറ്റതായി അനുഭവിക്കുന്ന ഒരു എൻകൗണ്ടർ തുറക്കുകയാ. ഇത് യോഹന്നാന് പത്മോസിൽ വെച്ച് തുറന്നു. അതേ ഒരു എൻകൗണ്ടർ ആത്മാവ് പ്രവചിക്കുകയാണ്. ഈ സീസണിൽ അത് നിന്റെ മേൽ തുറന്നു വരികയാണ്. ഓ ശബലധരബബബബ ശേഖരരരരരേ. ഓ ശാദദദരരര. ഓ ആ റെവലേഷന്റെ എൻകൗണ്ടർ ഒരാൾ പ്രാപിച്ചാൽ അവന്റെ ലൈഫിനകത്തേക്ക് ജീവൻ വെളിപ്പെടും.
അവന്റെ ലൈവിനകത്തേക്ക് പ്രകാശം വെളിപ്പെടുക. അവന്റെ ലൈവിനകത്ത് ചിലത് ഊളമായി വരും. ഈ സീസണിൽ നിന്റെ ലൈവ് പ്രകാശിക്കാൻ, അത് ജീവൻ വെക്കാൻ, നിനക്ക് ഇതുവരെ ഇല്ലാത്ത ചിലത് ഉളവാകുവാൻ പോവുകയാണ്. ഓ റഷബലധരബഷേ ലേമലബരഗടഗശധരേ. ആത്മാവ് പ്രവചിക്കുകയാണ് നിനക്ക് വേണ്ടിയുള്ള റെവലേഷൻ എൻകൗണ്ടർ. പാഴായും ശൂന്യവുമായി കിടന്ന ഭൂമിയുടെ മേൽ ഈ എൻകൗണ്ടർ ഉണ്ടായപ്പോൾ അതുവരെ അത് ശൂന്യമാ, അതുവരെ അത് പാഴാ, അതുവരെ അത് ഇരുളടഞ്ഞു കിടക്കുക, അതുവരെ അത് വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുക. പക്ഷെ വേർഡിന്റെ എൻകൗണ്ടർ, റെവലേഷന്റെ എൻകൗണ്ടർ ഭൂമിയുമായി ഉണ്ടായപ്പോൾ അതുവരെ കാണുന്ന അവസ്ഥയിലല്ല പിന്നെ ഭൂമി. അതിനെ റീക്രിയേഷൻ. ഇന്ന് ആത്മാവ് ചിലരോട് പ്രവചിക്കുകയാണ്, നിന്നിൽ ശൂന്യമായിരിക്കുകയാണോ, പാഴായിരിക്കുകയാണോ, ഈ എൻകൗണ്ടർ നിന്നിൽ ചിലത് ഉളവാക്കാൻ പോവുകയാണ്. ചിലത് ഉളവാകും, ചിലത് ഉളവാകും. ആത്മാവ് പ്രവചിക്കുകയാണ്, ഈ സീസണിൽ നിനക്ക് ഉളവായി വരേണ്ടത് ഉളവാകും. അതിനു മുന്നമേ നിനക്കൊരു എൻകൗണ്ടർ, അത് റെവലേഷനുമായുള്ള എൻകൗണ്ടർ ആണ്. എൻകൗണ്ടർ ഉണ്ടാകുന്നു. ഈ പകൽ എൻകൗണ്ടറിന്റെ ഒരു പകലാണ്. പ്രാർത്ഥിച്ചോ. ഒരു എൻകൗണ്ടറിന്റെ റെവലേഷൻ എൻകൗണ്ടർ സഭയുമായി ബന്ധപ്പെട്ട്, ദൈവജനങ്ങളുമായി ബന്ധപ്പെട്ട്, കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട്, തലമുറകളുമായി ബന്ധപ്പെട്ട്, വ്യക്തിപരമായ നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് സ്വർഗം ഒരു റെവലേഷൻ എൻകൗണ്ടറിനെ തുറക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ സന്നിധിയിൽ നിന്ന്, ആ ഉയരത്തിൽ നിന്ന്, ആ റെവലേഷന്റെ എൻകൗണ്ടറുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. ഈ എൻകൗണ്ടർ യേശു ചോദിക്കുന്ന ചോദ്യത്തിനും പത്രോസ് എഴുന്നേൽക്കുന്നതിനുമിടയിൽ ഏതാനും സെക്കൻഡുകൾക്കകത്ത് സംഭവിച്ചതാണ്. ഇത് മണിക്കൂറുകൾ സംഭവിച്ചതല്ല, സെക്കൻഡുകൾക്കകത്ത്. ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, ഈ സീസണിൽ സെക്കൻഡുകൾക്കകത്ത് ഈ റെവലേഷൻ എൻകൗണ്ടർ ഉണ്ടാകും. സെക്കൻഡുകൾക്കകത്ത് നീ കയറിയിരിക്കുന്ന സാന്നിധ്യത്തിനകത്ത് ചില സെക്കൻഡുകൾക്കകത്ത് ഈ എൻകൗണ്ടർ നിന്റെ ലൈവിനകത്തുണ്ടാകും. ഈ എൻകൗണ്ടർ നിന്റെ ലൈവിനകത്ത് ജീവൻ കൊണ്ടുവരും. ഈ എൻകൗണ്ടർ നിന്റെ ലൈവിനകത്ത് പ്രകാശം കൊണ്ടുവരും. ഈ എൻകൗണ്ടർ നിന്നിൽ ചിലത് ഉളവാക്കും. യേശുവിന്റെ നാമത്തിൽ എൻകൗണ്ടറുകൾ ഉണ്ടാകുന്നു. എൻകൗണ്ടറുകൾ ഉണ്ടാകുന്നു. പത്മോസിൽ യോഹന്നാൻ ഈ എൻകൗണ്ടറിലേക്ക് കയറിപ്പോയി.
വെളിപ്പാടിന്റെ എൻകൗണ്ടറിലേക്ക് താൻ കയറിപ്പോയപ്പോൾ താൻ കാണുന്നത് സാധാരണ കാഴ്ചകളല്ല, അസാധാരണമായ കാഴ്ചകൾ കാണുകയാണ്. ഈ എൻകൗണ്ടറുകൾ നിന്റെ കണ്ണുകൾ തുറക്കും. ഈ എൻകൗണ്ടറുകൾ നിന്റെ കണ്ണിനെ പ്രകാശിപ്പിക്കും. കമോൺ, ഈ റെവലേഷന്റെ എൻകൗണ്ടറുകൾ നിന്റെ കണ്ണിനെ പ്രകാശിപ്പിക്കും. കമോൺ കമോൺ. ഷാപാതാലബ റിഖബല ദിയാതല റംശഖനഗസിയാന്തൽ കമന റംശമലഘടകജന ദലഘടകജന റബത്തിരിയാന്തല. മോശ പറയുകയാണ്, ഞാൻ കാണുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മോശ പറയുകയാണ്, ആദിയിൽ ഞാൻ കാണുന്നത്, ആദിയിൽ ദൈവം സൃഷ്ടിക്കുന്ന സൃഷ്ടികളെ കാണുകയാണ്. പക്ഷെ റെവലേഷൻ എൻകൗണ്ടർ ലഭിച്ച യോഹന്നാൻ പറയുകയാണ്, ഞാൻ ദൈവം സൃഷ്ടിക്കുന്ന ദൈവിക സൃഷ്ടികളെയല്ല കാണുന്നത്, പകരം ഞാൻ സൃഷ്ടിതാവിനെ കാണുകയാണ്. ആദിയിൽ ദൈവത്തോട് കൂടെയിരിക്കുന്ന, ദൈവമായിരിക്കുന്ന, സകലത്തെയും ഉളവാക്കുന്ന ആ സൃഷ്ടിതാവാകുന്ന വചനമെന്ന ദൈവത്തെ ഞാൻ കാണുകയാണ്. റെവലേഷന്റെ എൻകൗണ്ടർ ഉണ്ടായാൽ കഴിഞ്ഞ സീസണിൽ അഭിഷക്തന്മാർ കണ്ടതിനേക്കാൾ വലിയ കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ കാണാൻ പോവുകയാണ്. ഓ, നിങ്ങൾ കാണാൻ പോവുകയാണ്. ശബറബ ഹസപ്രബാല റീമാലദരദരദിയാന്തരേ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അപ്പോ ആത്മതലങ്ങളുമായി കണക്റ്റായ അവിടെ യേശു കർത്താവ് പറയുന്നത്, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്. നീ കണക്റ്റായത് ജഡരക്തങ്ങളുമായിട്ടല്ല പത്രോസേ, നീ പോലും അറിയാതെ നീ ആത്മതലവുമായി കണക്റ്റ് ആയിരിക്കുന്നു. ആമേൻ. ഈ സീസണിൽ ആത്മാവ് പ്രവചിക്കുന്നു, നീ പോലും അറിയാതെ സ്പിരിറ്റ് തലവുമായി നീ കണക്റ്റ് ആകാൻ പോകുക. ആത്മതലവുമായി നീ കണക്റ്റാൻ പോവുക. അത് വിശാലമായി നീ കണക്റ്റ് ആകാൻ പോവുക. അവൻ ആത്മതലവുമായി കണക്റ്റായവനെ നോക്കിയിട്ടാണ് യേശു പറയുന്നത്, ശിമോനെ ബർയോന ശിമോനെ. ആത്മതലവുമായി കണക്റ്റായ ബർയോന ശിമോനെ, നീ പത്രോസ. ആമേൻ. ആത്മതലവുമായി കണക്റ്റായ ബർയോന ശിമോനോട് പറയുകയാണ്, നിന്റെ ഭൂമിയിലുള്ള പേര് ബർയോന ശിമോൻ, എന്നാൽ നിന്നെ ആത്മതലങ്ങളിൽ അറിയപ്പെടുന്നത് ശിമോൻ എന്നല്ല, പാറ എന്ന പത്രോസാണ്. പാറ എന്ന പത്രോസാണ്. ഈ സീസണിൽ ആത്മതലവുമായി കണക്റ്റ് ആകുന്ന നിന്നെ ഭൂമിയിൽ വിളിക്കുന്ന പേരല്ല, സ്വർഗത്തിലുള്ള നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പേരുകളുമായി നീ കണക്റ്റ് ആകാൻ പോവുകയാണ്. ഓ, ഭൂമിയിൽ നിനക്കൊരു പേരുണ്ടായേക്കാ, ജഡരക്തങ്ങൾ നൽകിയ ഒരു പേരുണ്ടായേക്കാ, പക്ഷെ ആത്മതലങ്ങളിൽ നിന്നെ ഉയർത്തുന്ന, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന മറ്റൊരു പേരുണ്ട്. അത് നിനക്ക് തുറന്നു വരാൻ പോവുകയാണ്. നിനക്കത് തുറന്നു കിട്ടാൻ പോവുകയാണ്. ഓ ശബരബലബദല ഘടകദല ഘടകദര. ഓ എവിടെ എൻകൗണ്ടർ ഉണ്ടോ അവിടെ പേര് തിരിയപ്പെടും. യാക്കോബേ, നീ ഇതുവരെ നിന്നെ മനുഷ്യൻ വിളിച്ചത് ഉബായി എന്ന യാക്കോബാണ്. പക്ഷേ നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ ആ എൻകൗണ്ടർ സ്പിരിച്വൽ റലവുമായതുകൊണ്ട് ആ സ്പിരിച്വൽ റലത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു പേര് നിനക്ക് തുറക്കപ്പെടും. അത് ഇസ്രായേൽ. ഓ
ഇന്ന് പകലിൽ നിന്റെ മേൽ സ്വർഗം വെച്ചിരിക്കുന്ന സ്വർഗീയ പേരുകൾ, സ്വർഗീയ നാമങ്ങൾ അത് തുറന്നു വരികയാണ്. ഹല്ലേലൂയ. എന്തിനാ ഈ പേര് തുറക്കപ്പെടുന്നേ? എന്തിനാ നിനക്ക് സ്വർഗീയ നാമത്തിന്റെ ആവശ്യം? നിനക്കെന്തിനാ സ്പിരിച്വൽ തലത്തിനകത്ത് കിടക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന പേരിന്റെ ആവശ്യകത എന്താ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ബർയോന ശിമോനോട് പറയുകയാണ്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അടുത്തത് പറയുകയാ, നീ പത്രോസ് ആകുന്നു, നീ പാറയാകുന്നു. അടുത്തത് പറയുകയാണ്, ഈ പത്രോസ് എന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. കമോൺ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? സ്വർഗത്തിന് ബർയോന ശിമോനിൽ ഒന്നും പണിയാനില്ല, ബർയോന ശിമോനിൽ ഒന്നും പണിയാനില്ല. പക്ഷെ പത്രോസ് എന്ന ആത്മതലങ്ങളിൽ രേഖപ്പെടുത്തിയ പേരിനകത്ത് എനിക്ക് ചിലത് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ആത്മാവ് പ്രവചിക്കുകയാണ്, ആത്മതലങ്ങളിലെ പേര് നിനക്ക് തുറക്കപ്പെട്ടാൽ അതിനകത്ത് സ്വർഗത്തിന് ചിലത് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ബർയോന ശിമോനിൽ എനിക്കൊന്നും തുറക്കണ്ട. എനിക്ക് പത്രോസ് എന്ന പാറമേൽ ഒരു സഭയെ പണിയണം. എനിക്ക് യാക്കോബിലൊന്നും തുറക്കണ്ട. എനിക്ക് ഇസ്രായേലിൽ ഒരു രാജ്യത്തെ പണിയണം. എനിക്ക് അബ്രഹാമിൽ ഒന്നും തുറക്കണ്ട. എന്നാൽ അബ്രഹാം എന്ന വ്യക്തിയിൽ കൂടെ വാഗ്ദത്ത സന്തതികളെ പുറത്തു കൊണ്ടുവരണം. കമോൺ. നിന്റെ പേരുകൾ മാറാൻ പോകുക, നിന്റെ പേരുകൾ മാറാൻ പോകുക. നിനക്ക് കുറ്റം ചാർത്തി വച്ചിരിക്കുന്ന, നിന്റെ പേരിനകത്ത് രേഖകൾ എഴുതി വച്ചിരിക്കുന്ന, നിന്റെ പേരിനകത്ത് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കുറ്റം പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു പേരുണ്ടല്ലോ, അതിനകത്ത് കർത്താവിനൊന്നും ചെയ്യാനില്ല. പക്ഷെ നിനക്ക് വേണ്ടി ആത്മതലങ്ങളിൽ ഒരുക്കപ്പെട്ട് കിടക്കുന്ന ഒരു പേരുണ്ട്. ആ പേര് നിനക്ക് തുറക്കപ്പെട്ടാൽ അതിനകത്തൂടെ കർത്താവിന് ചിലത് ചെയ്യാനുണ്ട്. ഈ എൻകൗണ്ടറുകൾ നിന്റെ പേരിനെ മാറ്റും, നിന്റെ പേരിനെ മാറ്റും. ഈ എൻകൗണ്ടറുകൾ നിന്റെ പേരിനെ മാറ്റും. സ്വർഗീയ പേരുകൾ നിനക്ക് തുറക്കപ്പെടും. ആത്മതലങ്ങളിൽ സ്വർഗം വെളിപ്പെടുത്തിയിരിക്കുന്ന പേരിനെ ദൈവം തുറന്നു തരും. കമോൺ. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. യാക്കോബിനെ ഇസ്രായേലാക്കി, ആ ഇസ്രായേലിനെ ഒരു രാഷ്ട്രമാക്കി. ആമേൻ. ശിമോനെ പത്രോസാക്കി, ആ പത്രോസിനെ ഒരു സഭയാക്കി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സീസണിൽ നിന്റെ പേര് മാറാൻ പോകുക, നിന്റെ പേര് മാറാൻ പോകുക. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ശാപം പിടിച്ചു കിടക്കുന്ന, കുരുക്കിൽ അകപ്പെട്ട് കിടക്കുന്ന നിന്റെ പേരുകൾ മാറാൻ പോകുക. ആ പേരിന് മേലെ ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ പേര് റിലീസാകാൻ പോകുക. ആ പേര് റിലീസായാൽ അതുവരെ നീ എടുത്തുചാട്ടക്കാരനാണ്, കുഴപ്പക്കാരനാണ്. പക്ഷേ ആ പേര് വീണ് കഴിഞ്ഞാൽ കർത്താവിന്റെ തേജസ്സുള്ള തന്റെ ശരീരമാകുന്ന സഭയെ പണിയണമെങ്കിൽ ആ പേരിൽ കൂടെ പണിയും.
ഓ ഷാരാരാരാരാ. ഓ യെസ് യെസ്. പേരുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സകല ലോക്കുകൾ പൊളിയട്ടെ. എനിക്ക് ശൗലിൽ കൂടെ ഒന്നും ചെയ്യണ്ട എന്ന പൗലോസിൽ കൂടെ ചിലത് ചെയ്യാനുണ്ട്. ശൗലിൽ കൂടെ ചിലത് ചെയ്യണ്ട, പൗലോസിൽ കൂടെ. Come on. പേരുമാറുക, പേരുമാറുക, പേരുമാറുക. നിന്റെ കുടുംബത്തിന്റെ മേൽ കിടക്കുന്ന ചിലത് മാറിപ്പോവുക. നിന്റെ കുടുംബത്തിന്റെ മേൽ എഴുതി വെച്ചിരിക്കുന്ന ചിലത് മാറിപ്പോവുക. നിന്റെ ലൈവിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന മാറിപ്പോവുക. നിന്റെ മിനിസ്ട്രിയുടെ മേൽ എഴുതി വെച്ചിരിക്കുന്ന മാറിപ്പോവുക. നിന്റെ സഭയുടെ മേൽ എഴുതി വെച്ചിരിക്കുന്ന മാറിപ്പോവുക. ഓ ശബബബബബബബ. റബശകനിയാന്തര. യാക്കോബിനെ കൊല്ലാൻ ഏശാവ് നിൽക്കുകയാണ്. യാക്കോബിനെ കൊല്ലാൻ ഏശാവ് നിൽക്കുകയാണ്. പക്ഷേ ഏശാവിന് അറിയത്തില്ല, യാബോക്കിന്റെ കടവിൽ യാക്കോബ് എന്ന പഴയ മനുഷ്യൻ മാറി 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 ഒരു പുതിയ മനുഷ്യനാകുന്ന ഇസ്രായേൽ പുറത്തു വന്നു. യാക്കോബിനെ കൊല്ലാൻ നോക്കിയേക്കാ, പക്ഷെ ഏശാവേ നിനക്ക് ഇസ്രായേലിനെ തൊടാൻ. ആഹാ, നിന്റെ പേരിന്റെ മേൽ കിടക്കുന്ന സകല ശാപങ്ങളും, സകല തകർച്ചകളും, സകല കുരുക്കകളും, സകല ദാരിദ്ര്യങ്ങളും, സകല തകർച്ചകളും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അത് ബ്രേക്ക് ആകട്ടെ. ഓ ഷാരാരാരാധേ. പേരുമാറുകയാ, നിന്റെ അഡ്രസ് ചേഞ്ച് ആവുകയാ. ആത്മാവ് പ്രവചിക്കുന്നു, നിന്റെ അഡ്രസ് ചേഞ്ച് ആകാൻ പോകുക. അബ്രഹാമേ, ഇനി നിന്റെ അഡ്രസ് നിന്റെ പിതൃദേശത്തിലല്ല, പിന്നെ എവിടെയാ? പാലും തേനും ഒഴുകുന്ന കനാൻ എന്ന ദേശത്തിൽ, കനാൻ അനുഗ്രഹത്തിന്റെ ദേശത്തിലേക്ക്. ഓ, ശാപത്തിന്റെ ദേശത്തിലല്ല, അനുഗ്രഹത്തിന്റെ ദേശത്തിൽ നിന്റെ പേരറിയപ്പെടും, നിന്റെ അഡ്രസ് അറിയപ്പെടും. ആത്മാവ് പ്രവചിക്കുന്നു, നിനക്കൊരു പുതിയ അഡ്രസ്, പുതിയ വീട്, പുതിയ ഭവനം സ്വർഗ്ഗം തുറക്കുകയാണ്. തുറക്കുകയാ, തുറക്കുകയാ, തുറക്കുകയാ. പുതിയ അഡ്രസ് വരുന്നു. അതിന്റെ അർത്ഥം എന്താ? നിനക്കൊരു പുതിയ ഭവനം വരുന്നു, പുതിയ ഭവനം വരുന്നു, ഒരു പുതിയ ഭവനം വരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മതലങ്ങളിൽ റിലീസായി കിടക്കുന്ന ആ പുതിയ ഭവനങ്ങളെ ഈ ഭൗമതലങ്ങളിൽ റിലീസ് ചെയ്യുകയാണ്. നിന്നെ നിന്ദിക്കുന്ന ദേശത്തിൽ നീ ഒതുങ്ങുകയല്ല. നിന്നെ നിന്ദിക്കുന്ന ദേശത്തിൽ നിന്ന്, ശാപം പിടിച്ച ദേശത്തിൽ നിന്ന്, ആമേൻ, അന്ധകാരം പിടിച്ചു കിടക്കുന്ന ദേശത്തിൽ നിന്ന് ദൈവം നിന്നെ എടുത്തുയർത്തി പുതിയ ഭവനം, പുതിയ ലാൻഡ്, പുതിയ പേര്, പുതിയ കുടുംബത്തിന്റെ പേര് ആത്മാവ് റിലീസ് ചെയ്യുകയാണ്. ഓ ഷാരാരേ, തുറന്നു വരിക, തുറന്നു വരിക. തുറക്കുന്നു, തുറക്കുന്നു, തുറക്കുന്നു.
ആത്മതലം സജ്ജമായി കിടക്കുകയാണ്. നീ തുറന്നാൽ, ആമേൻ, അത് തുറക്കാൻ വേണ്ടി സ്വർഗം റെഡിയായി കിടക്കുകയാണ്. പുതിയ പേരുകൾ, പുതിയ അഡ്രസ്സുകൾ. ഓ പുതിയത് പുതിയത് പുതിയത്. യേശുവേ, എനിക്ക് പുതിയതിൽ കൂടെ ചിലത് ചെയ്യാനുണ്ട്. യെസ് 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 യെസ്. എനിക്ക് ആ പഴയ മനുഷ്യനിൽ ഒന്നും ചെയ്യാനില്ല. പഴയ മനുഷ്യനിൽ ഒന്നും ചെയ്യാനില്ല. എന്നാൽ പുതിയ മനുഷ്യനിൽ എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. ഇത് നിന്റെ ലൈഫിനകത്ത് നിന്ന് പഴയ മനുഷ്യൻ ഉരിയപ്പെടുന്ന സമയമാണ്. ഓ നിന്നെ കഴിഞ്ഞ നാളുകളിൽ സ്വന്തം ഭവനത്തിൽ നിന്ന് ഓടിച്ച, തലയിണ പോലെ കല്ലുകൾ കൂട്ടിവെച്ച് കിടത്തി ഉറക്കിക്കളഞ്ഞ, ലാബാന്റെ ഭവനത്തിൽ 14ഓളം വർഷങ്ങൾ അടിമവേല ചെയ്യിപ്പിച്ച, നന്മകളില്ലാതാക്കിയ, ചതിക്കപ്പെട്ട യാക്കോബിൽ എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ ഞാൻ നിന്റെ പേര് മാറ്റാൻ പോകുക. യെസ്, പേര് മാറ്റാൻ പോകുക. ഇത് പകലിൽ നിന്റെ പേരുകൾ മാറാൻ പോകുക. നിന്റെ പേര് മാറാൻ പോവുക. ആത്മതലങ്ങളിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട് കിടക്കുന്ന മറ്റൊരു പേര് ഇന്ന് റിലീസാകും. ആ റെവലേഷൻ എൻകൗണ്ടറിൽ കൂടെ അത് തുറന്നു വരും. അത് തുറക്കപ്പെട്ടാൽ പിന്നെ മറ്റാർക്കും തുറക്കപ്പെടാത്ത, മറ്റാർക്കും ലഭിക്കപ്പെടാത്ത പ്രത്യേക നിയോഗങ്ങളിലേക്ക് നീ തുറക്കപ്പെടും. കമാ യേശു ആഹാ യേശു ആയിരിക്കുന്ന ഇടത്ത് യേശുവേ എന്ന് വിളിക്കാൻ കഴിയുന്നവർ യേശുവേ എന്ന് വിളിച്ചോ. യേശുവിനെ കുറിച്ചുള്ള റൈറ്റ് റെവലേഷൻ തുറക്കപ്പെട്ടവന്റെ പേര് മാറി, അവന്റെ ചരിത്രം മാറി. ഇന്ന് നിന്റെ ലൈഫിന്റെ ചരിത്രം മാറുകയാണ്. വിളിച്ചോ യേശുവേ. യേശു യേശു നീ ആ പേര് വിളിക്കുമ്പോൾ എല്ലാ നാമത്തെക്കാളും മേലായ നാമത്തെ നീ ഉയർത്തുമ്പോൾ, നീ ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റെ പേരുകൾ മാറും. നിന്റെ അഡ്രസ്സുകൾ ചേഞ്ച് ആകും. നിന്റെ ലൈഫ് ചേഞ്ച് ആകും. നിന്റെ ചരിത്രം ചേഞ്ച് ആകുന്നു. ഓ യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് പകലിൽ എൻ്റെ മേൽ ആ റെവലേഷന്റെ എൻകൗണ്ടർ തുറക്കാൻ പ്രാർത്ഥിച്ചു. എൻകൗണ്ടറുകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. സ്വർഗീയ എൻകൗണ്ടറുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻകൗണ്ടർ തുറക്കപ്പെട്ടാൽ നിന്റെ ചരിത്രം മാറും. നിന്റെ ചരിത്രം മാറും. നിന്റെ ചരിത്രം മാറും. നിന്റെ ഹിസ്റ്ററി മാറും. നിന്റെ പേര് മാറും. നിന്റെ അഡ്രസ് മാറും. നിന്റെ കുടുംബം മാറും. അബ്രഹാം സാറായി എന്ന കുടുംബത്തെ നോക്കി സകലരും പറഞ്ഞു, തലമുറയില്ലാത്ത കുടുംബം, ശാപം പിടിച്ച കുടുംബം, നന്മകളില്ലാത്ത കുടുംബം. അവർ ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയവരാ, ദൈവശബ്ദം കേട്ടിറങ്ങിയവരാ. വലിയ വാഗ്ദത്തങ്ങളുണ്ട്. ഒരു നേഷൻ തന്നെ, രാജ്യങ്ങൾ തന്നെ പുറത്തു വരുമെന്ന് പറഞ്ഞു. പക്ഷേ അബ്രഹാമിന്റെയും സാറായുടെയും ലൈഫിനകത്തൊന്നുമില്ല. കാരണം അവരുടെ പേരുകൾ അബ്രഹാം, സാറായി എന്നാണ്. എന്നാൽ അടുത്തൊരു എൻകൗണ്ടറിനകത്ത് അബ്രഹാം എന്നുള്ള പേര് മാറുകയാണ്. അബ്രഹാം എന്നുള്ള പേര് അബ്രഹാം എന്നുള്ളതാവുകയാണ്. അടുത്ത എൻകൗണ്ടർ ഉണ്ടാകുമ്പോ സാറായി എന്ന പേര് സാറ എന്നാവുകയാണ്. എൻകൗണ്ടറിനകത്ത് പേര് മാറിയ കുടുംബത്തെ നോക്കി പിന്നെ ആർക്കും വിധിക്കുവാൻ കഴിയാതെ വണ്ണം അതിനകത്ത് നിന്നൊരു തലമുറ പുറത്തു വരികയാണ്. ഒരു വാഗ്ദത്ത സന്തതി പുറത്തു വരികയാണ്. ആത്മാവനോട് പ്രവചിക്കുകയാണ്, നിന്റെ പേര് മാറിയാൽ ഇതുവരെ ചലിക്കാതെ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ അത് പുറത്തു വരും. ഇതുവരെ നീ കേട്ട ചില ദൈവ ശബ്ദങ്ങളുണ്ടല്ലോ, ചലിക്കാതെ കിടക്കുന്ന, അനങ്ങാതെ കിടക്കുന്ന ചില ശബ്ദങ്ങൾ അത് പുറത്തു വരും. പേര് മാറുകയാ, പേര് മാറുകയാ. യേശുവേ, യേശുവാ, എൻകൗണ്ടറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? മറിയ കരഞ്ഞതുപോലെ എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് കാണണം. ഒരു നിലവിളി ഉയരുകയാ. തന്റെ മുമ്പിൽ നിൽക്കുന്ന ദൂതനാണെന്ന് തിരിച്ചറിയാതെ ഒരു നിലവിളി ഉയരുകയാ. തിരിച്ചറിയുന്നില്ല, പക്ഷെ നിലവിളിക്കുക. എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. സ്വർഗീയ എൻകൗണ്ടറുകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം.